അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ വീഡിയോയിൽ നന്ദിയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ പണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. പണം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പിണം എന്നാണ് പറയുന്നത്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധന സേവനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ ചെലവുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പണം അത്യാവശ്യമാണ്. അപ്പോൾ ഈ പണം ലഭിക്കുമ്പോൾ നമ്മൾ വളരെ സംതൃപ്തരാണ്. പണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ വളരെ നിരാശരും ദുഃഖിതരുമാണ്. നേരെ മറിച്ച് പണം ലഭിക്കുമ്പോഴും പണം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായി തീർന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമല്ലാതെ കോട്ടമൊന്നും സംഭവിക്കുകയില്ല എന്നാണ് അരിഗാറ്റോ മണി എന്ന് പറയുന്ന സിദ്ധാന്തം പറയുന്നത്. ഇത് പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ്. അത് ജപ്പാനിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു സംഗതി കൂടിയാണ്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ലഭിച്ച പണത്തിൽ അവർ സംതൃപ്തരാണ്. അതുപോലെ തന്നെ അവർ ചെലവാക്കുന്നതിലും സംതൃപ്തരാണ്. ചെലവഴിക്കുമ്പോഴും അവർ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ പണം വരുമ്പോഴും പണം പോകുമ്പോഴും അവർ സന്തോഷിക്കുന്നു. ഇത് നമ്മുടെ ഇസ്ലാമികപരമായ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രശസ്തമായ ഒരു ആയത്താണ് ലഇൻ ശകർത്തും ലഅസീദന്നകും. ഇത് സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ നന്ദിയുള്ളവരായാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശുക്ർ ചെയ്യേണ്ടവത് അള്ളാഹുവിനോടാണ്. നമുക്ക് പണം തരുന്നത് അള്ളാഹുവാണ്. നമുക്ക് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവുമെല്ലാം തരുന്നത് റബ്ബാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പണത്തോടല്ല നന്ദി പറയേണ്ടത്. നമ്മൾ നന്ദി പറയേണ്ടത് ഇതെല്ലാം തന്ന റബ്ബിനോടാണ്. അപ്പോൾ റബ്ബിനോട് നമ്മൾ ശുക്ർ ചെയ്യുന്നവരായാൽ നമ്മുടെ സമ്പത്തും ആരോഗ്യവും എല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുക, അത്രയെങ്കിലും പണം എനിക്ക് റബ്ബേ നീ തന്നല്ലോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും എന്താണ് നിൻ്റെ വർത്താനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ നിൻ്റെ പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോണു എന്നല്ല പറയേണ്ടത്. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ് എല്ലാ സമയത്തും നമ്മൾ പറയേണ്ടത്. അൽഹംദുലില്ലാ, ശുക്ർ വേണം. റബ്ബിനോട് ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ സന്ദർഭത്തിലും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയതിലെല്ലാം നമ്മൾ സംതൃപ്തരാകണം. അതുപോലെ തന്നെ പണം കിട്ടുമ്പോഴും പണം പോകുമ്പോഴും നമ്മൾ സംതൃപ്തിയോടുകൂടി കഴിയുക. നമ്മളൊരു രൂപ ചെലവാക്കുമ്പോൾ ആ രൂപയ്ക്ക് തത്തുല്യമായ ഒരു സാധനമോ സേവനമോ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ആ സാധനത്തിലോ അല്ലെങ്കിൽ സേവനത്തിലോ നമ്മൾ സംതൃപ്തരാകുകയോ സന്തോഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പൈസ നമ്മളിലേക്ക് വരുമെന്നാണ് ഈ അരിഗാറ്റോ മണി പോലെയുള്ള സിദ്ധാന്തങ്ങൾ പറയുന്നത്. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നു എന്ത്? നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങളെല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി നോക്കൂ. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. കാഴ്ചയുണ്ട്,
കേൾവിയുണ്ട്, നടക്കാനുള്ള കഴിവുണ്ട്, ഇരിക്കാനുള്ള കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായാൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും, നമ്മുടെ സമ്പത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും വർധനവുണ്ടാകും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ആയത്ത് ഓർക്കുക. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. എന്തൊക്കെ വർദ്ധിപ്പിച്ചു തരും? എല്ലാം. സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തരാകുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം ശുക്ർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേട്ട എല്ലാവരും, ഈ വീഡിയോ കണ്ട എല്ലാവരും ഓർക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നമ്മളെക്കുറിച്ച് അറിയുന്നവനാണ് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.